എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് ഇതാണ് എന്നതാണ്. അവരുടെ മനസ്സറിയാം, ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് ഇതാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ആ വ്യക്തി ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ സത്യം അതാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ മനസ്സിനുള്ളിലും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ആ വ്യക്തി ജീവിക്കുന്നത് തന്നെ. ഓരോ ദിവസവും നിങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഏറ്റവും കൂടുതലായിട്ട് എങ്ങനെ കിട്ടും എന്നത് മാത്രമാണ് ആ വ്യക്തി നോക്കി നടക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല പല ചിന്തകൾ, പല പല ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഘട്ടത്തിലൊക്കെ പലപ്പോഴും നിങ്ങളോട് ആ വ്യക്തിക്ക് സംസാരിക്കാനൊന്നും കഴിയാറില്ല, മനസ്സ് തുറക്കാൻ കഴിയാറില്ല. തൻ്റെ ജീവിതത്തിലെ ഓരോ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ആ വ്യക്തി കടന്നു പോവുകയാണ്. അപ്പോഴൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരടുപ്പം ആ വ്യക്തി നിങ്ങളോട് കാണിക്കാറില്ല. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജീവിതം ആ വ്യക്തിക്ക് സമ്മാനിച്ച തീർത്തും രസമില്ലാത്ത ചില ഘടകങ്ങൾ, രസമില്ലാത്ത ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുമ്പോൾ പലപ്പോഴും ആ വ്യക്തി ചില പിണക്കങ്ങളൊക്കെയാണ് നൽകിയത്, ചില ദുരിതങ്ങളൊക്കെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടിയത്. അപ്പോഴൊക്കെ വളരെ വിരസമായ രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് പെരുമാറുമ്പോൾ, വളരെ വിരസമായ രീതിയിൽ ആ വ്യക്തിയുടെ സമീപനങ്ങളുണ്ടായപ്പോൾ നിങ്ങൾക്കൊരുപാട് ദുഃഖം ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി എന്നെ പരിഗണിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടാത്തത്, സ്നേഹിക്കാത്തത്? എൻ്റെ വ്യക്തിക്ക് എന്നെ സ്നേഹിച്ചുകൂടെ? എൻ്റെ വ്യക്തിക്ക് എന്നെ ഇഷ്ടപ്പെട്ടുകൂടെ കുറച്ചുകൂടി എന്ന് നിങ്ങളെപ്പോഴും പരിതപിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പരിഭവം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചോ ആ വ്യക്തിയുടെ പ്രതിസന്ധിയെക്കുറിച്ചോ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. കേവലം പരാതിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, പരിഭവമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ലേ, നിങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നൊരു വ്യക്തിയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. തൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും പ്രതിസന്ധിയും മൂലം ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സമയം ആ വ്യക്തി കിട്ടുന്നില്ല. ധൃതി പിടിച്ചു പോവുകയാണ് ആ വ്യക്തി. അതിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ട്. മനസ്സാന്നിധ്യം ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചിന്തിക്കാനും ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം ഏകാഗ്രനാകാനോ ഏകാഗ്രത ലഭിക്കുന്നതിനൊന്നും ആ വ്യക്തിക്ക്
സാധിക്കുന്നില്ല. പ്രതിസന്ധികൾ അത്രമാത്രം ആ വ്യക്തിയെ വലയം ചെയ്യുകയാണ്. അങ്ങനെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളോട് പ്രയോഗിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തി കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുഃഖം അതാണ്. ആ സ്നേഹത്തിൻ്റെ ആഴവും ആ സ്നേഹത്തിൻ്റെ പരപ്പുമൊന്നും നിങ്ങളോട് കാണിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖം ആ വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടായി. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മൂലം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് സ്നേഹം കാണിക്കാൻ കഴിയാത്ത അവസ്ഥ, അതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ അവസ്ഥ. നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് കരുതുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലൊന്ന് സന്തോഷമുള്ള വാക്കുകളോ വാചകങ്ങളോ ഒന്നും നൽകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ നിസ്സഹായാവസ്ഥകൾ ഒരുപാട് ഞെക്കിക്കൊല്ലുകയാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. സമ്മർദ്ദത്തിലാക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഉള്ള ആ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള സാഹചര്യങ്ങൾ, താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി പോലും അത് നൽകാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഒരു പ്രതിസന്ധി വരുന്നു. അങ്ങനെ പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം, നിങ്ങൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള സാന്നിധ്യങ്ങൾ ഒക്കെ അർത്ഥശൂന്യമാകുകയാണ്. പലപ്പോഴും വഴക്കടിച്ച് പിരിയേണ്ടി വരുന്നു. ആ വ്യക്തിക്ക് ജീവിതത്തിൽ തൻ്റെ പ്രാരാബ്ദങ്ങളുടെ ആ ഒരു ഓട്ടപ്പാച്ചിലിടക്ക് നിങ്ങളൊന്നും പരിഗണിക്കാതെ ഒരു പക്ഷേ ചിലത് പറയുന്നു. അത് ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമമുണ്ടാകുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടാകുന്നു, വിഷമമുണ്ടാകുന്നു, സങ്കടങ്ങളുണ്ടാകുന്നു. ആ സങ്കടങ്ങൾ മൂലം ആ വ്യക്തിക്ക് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം, തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ യഥാർത്ഥ വസ്തുതകൾ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് മൂലം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുന്നു. ആ വ്യക്തിക്ക് സ്നേഹമില്ലേ എന്ന് നിങ്ങൾ സംശയിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ. നിങ്ങൾക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയാണ് ആ വ്യക്തി, പ്രണയത്തിന് വേണ്ടി, നിങ്ങളുടെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി. പക്ഷേ പലപ്പോഴും അത് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോട് പരിഭവം ഉണ്ടാകാം, നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാത്തത് മൂലം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാത്തത് മൂലം ഒക്കെ പരിഭവം ഉണ്ടാകാം. പക്ഷേ ജീവിതത്തിൽ ആ വ്യക്തി മനഃപൂർവ്വം നിങ്ങളെ അവഗണിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പുറത്ത് പറയാത്തതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ്, പ്രണയമാണ്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച റൊമാൻറ്റിക് വേർഡുകൾ ആ വ്യക്തി നിങ്ങളോട് പറയാതെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു വാക്കായി, ശബ്ദമായി നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ളൊരു സാന്നിധ്യം വരുന്നില്ല. അപ്പോഴേക്കും മറ്റൊരു പ്രതിസന്ധി വരുന്നു. അങ്ങനെ നിറം മങ്ങിപ്പോകുന്നു. പുറത്തു പറയാതെ മനസ്സിൽ സൂക്ഷിച്ച ഒരു ഫീലിംഗായിട്ട് മാത്രം അത് നിൽക്കുകയാണ്. എന്തോ ഒരു അവസ്ഥ, നിർഭാഗ്യമാണെന്ന് വേണമെങ്കിൽ കരുതാം. മനസ്സിലുള്ള പ്രണയത്തെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയിലേക്ക് നൽകാൻ തുനിയുമ്പോഴേക്കും, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഇഷ്ടത്തിൽ അത് നൽകാൻ ശ്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിന് സാധിക്കാതെ വരുന്നു. അത് ഒരുപാട് സമയങ്ങളിൽ ഇതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. പക്ഷേ ഇരട്ടിയായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. തൻ്റെ ജീവിതം തനിക്ക് നൽകിയ ആ ഒരു ദുരവസ്ഥകൾക്കപ്പുറത്ത് താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക്
ആവശ്യമായ പ്രണയം നൽകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം, ഒന്നൊരുമിച്ചിരിക്കാൻ, ഒന്ന് ആശയങ്ങൾ കൈമാറാൻ, ഒന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ ഒരുമിച്ചിരുന്ന് അതിന് കഴിയാതെ വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അത് ആ വ്യക്തിയിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കപ്പെടുകയാണ്. ആ ദുഃഖത്തിൽ നിന്ന് ആ വ്യക്തിക്ക് മാറാൻ കഴിയുന്നില്ല. തൻ്റെ വ്യക്തിക്ക് ഒന്നും നൽകാൻ കഴിഞ്ഞില്ലല്ലോ, തൻ്റെ വ്യക്തിയെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം ആ വ്യക്തിയെ ചുറ്റിപ്പണയുകയാണ്. പക്ഷേ നിങ്ങളറിയാതെ ഊണിലും ഉറക്കിലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. എന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയും, അങ്ങനെ ഒരു സമയത്തെ ആ വ്യക്തി സ്വപ്നം കാണുകയാണ്. പിന്നെ ആ വ്യക്തിയുടെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പ്രണയത്തെക്കുറിച്ച് മുഴുവനായിട്ട് നിങ്ങളോട് പറയുന്നില്ല. ആ വ്യക്തി തൻ്റെ ഉള്ളിലുള്ള പ്രണയം മറച്ചു വെച്ച് സ്വയം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളിലുള്ളത് നിങ്ങളോട് പറയുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ എടുക്കും എന്നുള്ളൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകാം. എങ്ങനെയാവട്ടെ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാകുകയും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുകയൊക്കെ ചെയ്തു. തൻ്റെ ജീവിതം തനിക്ക് സമ്മാനിച്ച നല്ല നല്ല നിമിഷങ്ങളെ ഏറ്റവും പൂർണ്ണാർത്ഥത്തിലാക്കാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധമുണ്ട് എന്നത് നിങ്ങളോട് മനസ്സ് തുറന്ന് പറഞ്ഞാൽ മതി. നിങ്ങളോട് മനസ്സ് തുറന്ന് പറയാനുള്ള ധൈര്യം ഓരോ തവണയും ജീവിതത്തിലെ മറ്റു തിരക്കുകൾ മൂലം ആ വ്യക്തിക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നെ ആവട്ടെ, പിന്നെ പറയാം, കുറച്ച് കഴിയട്ടെ, അങ്ങനെ ഈ കുറച്ച് കഴിയട്ടെ പിന്നത്തേക്ക് മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഈ പ്രശ്നം കൂടിയും കഴിയട്ടെ, ഈ പ്രതിസന്ധി കൂടി കഴിയട്ടെ എന്നിട്ട് പറയാം. അങ്ങനെ പ്രതിസന്ധികൾ ഇല്ലാത്ത സമയമില്ലാത്തതുപോലെ തന്നെ പറയാനായിട്ട് മാറ്റിവെച്ച കാര്യം പറയാൻ കഴിയുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാവരെ പോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കും വരുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്കും വരുന്നു. മറ്റുള്ളവർ അതൊക്കെ മാറ്റിവെച്ച് ഉള്ള സമയം പ്രണയിക്കാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുമ്പോൾ ഈ വ്യക്തി അതിനേക്കാളൊക്കെ വലുത് എൻ്റെ വ്യക്തിയാണ്, എൻ്റെ വ്യക്തിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കലാണ്, എൻ്റെ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളലാണ്, എൻ്റെ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യലാണെന്നൊക്കെ കരുതി മറ്റ് ജീവിതോപാധിയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നു. അങ്ങനെ നിങ്ങളെ സ്നേഹിച്ചിട്ടും നിങ്ങളിൽ നിന്ന് തന്നെ പഴി കിട്ടുകയും നിങ്ങളിൽ നിന്ന് തന്നെ പരാതി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇഷ്ടപ്പെട്ടത്, ആ വ്യക്തി സ്നേഹിച്ചത് നിങ്ങളെ തന്നെയാണ്. മറ്റാരും തുറന്നു പറയാത്തത്, മറ്റാരും തുറന്നു നൽകാത്തത്, നൽകാൻ തുനിഞ്ഞിട്ടും അങ്ങനെ ഒരു മനസ്സുണ്ടായിട്ടും നിങ്ങളാൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നൊരവസ്ഥയിൽ ആ വ്യക്തി എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്കുള്ള നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോകത്താർക്കും ആ വ്യക്തിയെപ്പോലെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന്, ആ വ്യക്തിയെപ്പോലെ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാവും. പക്ഷെ ജീവിതം ഒരു വിരസത സമ്മാനിക്കുന്നുണ്ട്. ആ വിരസതയെ തോൽപ്പിക്കാനുള്ള ഒരു വിവേകം ആ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ജീവിതം എന്നും ഇങ്ങനെ തിരക്കുകൾ കാണിച്ച് നിങ്ങൾക്കിടയിൽ ബന്ധമില്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ആ വ്യക്തി അറിയുന്നില്ല. നിങ്ങളും അതേക്കുറിച്ച് ആ വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയുടെ മനഃപൂർവമായ ഒരു ജോലിയല്ല അല്ലെങ്കിൽ പ്രവൃത്തിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ള കാര്യങ്ങൾ കൂടി നേടിയെടുക്കേണ്ടത് തങ്ങളുടെ നിലനിൽപ്പിന്, പൊതുവായുള്ള നിലനിൽപ്പിന് ആവശ്യമായതാണെന്നതൊക്കെ നിങ്ങൾ പെട്ടെന്ന് മറക്കുകയാണ്. ആ വ്യക്തിയുടെ ഉള്ളിലെ ഒളിപ്പിച്ചു വെച്ച ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, തുറന്ന് അങ്ങോട്ട് ചെന്നുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാനുള്ള ഒരാർജവം നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ
നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടവും പ്രണയവും മെലഡിയും കുറച്ചും കൂടിയും മനോഹരമാക്കാൻ കഴിയും. ഇത് വെറും വാക്കല്ല, നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കങ്ങനെ കഴിയട്ടെ. തുറന്ന് സംസാരിച്ചുകൊണ്ട് കൂടുതൽ മനോഹരമായൊരു ഇഷ്ടത്തിലേക്ക് നിങ്ങളൊന്ന് വന്നു നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയും.